നമസ്കാരം. സോംജീസ് മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ന് ഫ്ലാറ്റായി ക്ലോസ് ചെയ്തിരിക്കുന്നു. വലിയ മുന്നേറ്റങ്ങളില്ല. 26,000 എത്തിയിട്ട് പിൻവലിഞ്ഞ് 26,000 താഴെ അങ്ങനെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. 26,000 വലിയൊരു കടമ്പയൊന്നുമാണെന്ന് തോന്നുന്നില്ല. മെയിനായിട്ടുള്ള 1-2 വാർത്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ്. ഷെയർ മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നുണ്ട് എന്നറിയാൻ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും എന്നെനിക്ക് തോന്നുന്നു. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനിൽ ട്രേഡിങ്ങിനെ കുറിച്ച് സെബി പല പ്രാവശ്യമായി ഇങ്ങനെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എല്ലാവരും ലോസ് മേക്കേഴ്സാണ്, അതുകൊണ്ട് കൂടുതൽ നഷ്ടങ്ങൾ വരാതെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും സെബി സർക്കുലർ ഇറക്കുകയും RBI ഗവർണർ പറയുക, സെബിയുടെ ചെയർമാൻ പറയുക, ഇങ്ങനെ പലരും പലപ്പോഴായിട്ട് സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. സെബിയുടെ സർവേ റിപ്പോർട്ട് ഇന്ന് അത് സംബന്ധിച്ച് വന്നിട്ടുണ്ട്. ഒരു സർവേ റിപ്പോർട്ട് സെബി പുറത്തു വിട്ടിട്ടുണ്ട്. 2022 ഫിനാൻഷ്യൽ ഇയർ മുതൽ 24 ഫിനാൻഷ്യൽ ഇയർ വരെ ഉള്ള കാലയളവിൽ F&O ട്രേഡിങ്ങിൽ എന്തൊക്കെ സംഭവിച്ചു എന്നാണ് അവരതിൽ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായും F&O ചെയ്യുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യമാണ് അവർ സൂചിപ്പിച്ചിട്ടുള്ളത്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് നഷ്ടം കണക്ക് ഒരുപാട് പറയാനുണ്ടെന്നാണ് അവരും പറയുന്നത്. ഞാൻ അതിൻ്റെ ചില ന്യൂസുകൾ അതിൻ്റെ ഈ കണക്കുകൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാമെന്ന് എനിക്ക് തോന്നുന്നു. 93% ഓഫ് F&O ട്രേഡേഴ്സ് ലോസ്റ്റ് മണി ഓവർ ഫിനാൻഷ്യൽ ഇയർ 22 and 24. അതായത് 93% ട്രേഡേഴ്സിനും പണം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ F&Oയിൽ ട്രേഡ് ചെയ്തതിൻ്റെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനിലെ ട്രേഡിങ്ങിലൂടെ അതിൻ്റെ ആവറേജ് ലോസോ, ഒരാൾക്ക് ആവറേജ് ലോസ് വന്നിരിക്കുന്നത് 2 lakh ആണ്. 2 ലക്ഷം രൂപ ഒരാൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഇങ്ങനെ നഷ്ടം സംഭവിച്ചിട്ടുള്ളതിൽ 4 lakh ട്രേഡേഴ്സ്, അതായത് 4 ലക്ഷം ട്രേഡേഴ്സ്, അതായത് ഈ മൊത്തം ട്രേഡേഴ്സിൻ്റെ 4% വരും അത്. 4 lakh ട്രേഡേഴ്സിൻ്റെ ലോസ് എന്ന് പറയുന്നത് ആവറേജ് 28 lakh ആണ്. 28 ലക്ഷം രൂപ വെച്ചാണ് ഈ 4% ട്രേഡേഴ്സിന്, അതായത് 4 ലക്ഷം ട്രേഡേഴ്സിന് 28 lakhs വെച്ച് ലോസ് ആയിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. മൊത്തം ഈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ലോസായിരിക്കുന്നത് 1.8 lakh crore ആണ്. 1.8 ലക്ഷം കോടി രൂപയാണ് ഈ F&O ട്രേഡിൽ ഈ ട്രേഡേഴ്സിന് നഷ്ടമായിട്ടുണ്ട്, റീറ്റെയിൽ ട്രേഡേഴ്സിന്. അപ്പോൾ ഇതിനകത്ത് റീറ്റെയിൽ ട്രേഡേഴ്സ് ഇത്ര നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ഗെയിനേഴ്സ് ഉണ്ടാവും, അതായത് അത് നേടിയിട്ടുള്ളവർ കുറേ ആളുകളുണ്ടാവും, ഇല്ലേ? അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെയാണ് നേടിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അവർ സാധാരണഗതിയിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്നത് പോലെയല്ല ചെയ്യുന്നത്. അവർ സോഫ്റ്റ്വെയർ ഒക്കെ നിർമ്മിച്ച് കൃത്യമായ ആൽഗോ ട്രേഡിംഗ് ആണ് നടത്തുക. അതായത് സോഫ്റ്റ്വെയർ അനുസരിച്ച് അവർ ഓർഡർ പ്ലേസ് ചെയ്യുന്നു, അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അത് ചെയ്യുന്നു. അങ്ങനെയുള്ളവർ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ലാഭം ഉണ്ടാക്കി. അവരാണ് ഈ ക്യാഷ്, ഒരു 1.8 lakh crore നഷ്ടം വന്നത് നേടിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഇന്ത്യയിലെ ഒരു റീറ്റെയിലർ F&Oയിൽ ട്രേഡ് ചെയ്തു തുടങ്ങിയാൽ സംഭവിക്കുന്നത് എന്താണെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ ലോസ് മേക്കിങ്ങിനെ സംബന്ധിച്ച് വേറെ ചില കണക്കുകൾ കൂടി പറയാം. 76% ഓഫ് ട്രേഡേഴ്സ് ഹാവ് ഡിക്ലെയർഡ് ആനുവൽ ഇൻകം ഓഫ് അണ്ടർ 5 lakh. അതായത് ഈ ട്രേഡിൽ നഷ്ടം വന്നിട്ടുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിൽ 76% പേരും 5 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളവരാണ്. അതായത് ഈ ട്രേഡ് നടത്തിയ ഈ F&O ട്രേഡിൽ പങ്കെടുത്ത 76% പേര് 5 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ളവരാണെന്നാണ് പറയുന്നത്.
അത് ഇപ്പോഴാണ് 76%. ഫിനാൻഷ്യൽ ഇയർ 22 അത് 71% ഇപ്പോൾ 76% ട്രേഡേഴ്സും ഈ 5 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ളവരാണ്. അതുപോലെയാണ് നമ്പർ ഓഫ് റീറ്റെയിൽ F&O ട്രേഡേഴ്സ് ഹാസ് ഡബിൾഡ് ഫ്രം എബൌട്ട് 51 lakh in 22. ഫിനാൻഷ്യൽ ഇയർ 22-ൽ F&O ട്രേഡേഴ്സ് ഉണ്ടായിരുന്ന 51 ലക്ഷമായിരുന്നതാണ് 1 കോടിക്ക് മുകളിലായത്. ഇപ്പോൾ F&O 24-ൽ 1 കോടിക്ക് മുകളിലായി. അപ്പോൾ ഇത് വളരെ വ്യാപകമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. F&O ട്രേഡിങ് വളരെ വേഗത്തിൽ വ്യാപിക്കുന്നു. അത് റീറ്റെയിലേഴ്സിൻ്റെ ഇടയിലേക്ക് കൂടുതൽ വേഗത്തിൽ വ്യാപിക്കുന്നു. Foreign funds, proprietary traders made big bucks with nearly all of them using algorithms or software-based automated systems. അവരാണ് കാശുണ്ടാക്കുന്നത്. ഫോറിൻ ഫണ്ട്സ് ആയാലും ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷനുകളാണെങ്കിലും അൽഗോരിതം ട്രേഡുകൾ നടത്തുന്നവർ കാശുണ്ടാക്കുന്നു. ഇതൊക്കെയാണെങ്കിലും more than 75% of loss makers persisted with the trading and F&O. അതായത് 75 ഈ ലോസ് മേക്കിംഗ് ഉണ്ടാക്കുന്നവരിൽ 75% പേരും ഇതിൽ തുടരുന്നു എന്നുള്ളതാണ് സെബി പറയുന്നത്. ഈ ലോസ് ചെയ്യുന്നവരെല്ലാവരും 75% പേരും ഈ കച്ചവടം തുടർന്നുകൊണ്ടേ പോകുന്നു എന്ന് പറഞ്ഞാൽ അവർ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ലാഭം ഉണ്ടാക്കാമെന്നുള്ള ലോട്ടറി എടുക്കുന്ന ആളുകളുടെ മനോഭാവത്തോടെയാണ് ഇത് ചെയ്യുന്നതെന്ന് തന്നെയാണ് അതിനർത്ഥം. ലോട്ടറി എടുക്കുന്നവർ ഒരു ലോട്ടറി അടിച്ചില്ലെങ്കിൽ അടുത്തത് എനിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണല്ലോ എടുക്കുന്നത്. അതുപോലെ F&O ട്രേഡിൽ ലോസ് വന്നവർ വീണ്ടും അതിലേക്ക് ട്രേഡ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവർ അതിന് തയ്യാറാവുന്നു. 75% പേരും മാർക്കറ്റ് വിട്ടുപോകുന്നില്ല, അവരെല്ലാവരും വീണ്ടും ട്രേഡ് ചെയ്യുന്നു. ഇതൊക്കെയാണ് F&O ട്രേഡിങ്ങിൻ്റെ കണക്കുകൾ സെബിയുടെ സർവേയിൽ പുറത്തു വന്നിരിക്കുന്നതാണ്. ഞാൻ പറയുന്നതല്ല, ഇതൊന്നും ഒരു ഊഹമൊന്നുമല്ല, എല്ലാവരും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. മറ്റൊന്ന് സെബി പറഞ്ഞിരിക്കുന്നത് F&O ട്രേഡേഴ്സിന് ഇതുപോലുള്ള താല്പര്യം കൂടുന്നതിന് ഫിൻഫ്ലുവേഴ്സിൻ്റെ സ്വാധീനത്തിലാണെന്നാണ് പറയുന്നത്. ഫിൻഫ്ലുവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അഡ്വൈസറേഴ്സായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പേർ നിങ്ങളെ സ്വാധീനിക്കാൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ ടെലഗ്രാം, വാട്സാപ്പ് ഒക്കെ വന്നതോടുകൂടി യൂട്യൂബ് ഒക്കെ കൂടിയാണ് F&O ട്രേഡിങ് ഇത്രമാത്രം വ്യാപകമായത്. അതിൽ ഒരുപാട് നേട്ട സാധ്യതകളുണ്ട് എന്നാണ് എല്ലാവരും പറഞ്ഞു പഠിപ്പിക്കുന്നത്. അതിന് കോച്ചിങ്ങുകൾ നൽകുന്നു, F&O ട്രേഡിങ്ങിന് കോച്ചിങ്ങുകൾ നൽകുന്നു, അതിന് പ്രത്യേക ഫീസ് ഏർപ്പെടുത്തി അവർ കാശുണ്ടാക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടാണ് ഇതുപോലെ ഇത് വ്യാപിക്കുന്നത് എന്നാണ് പറയുന്നത്. വളരെ വേഗത്തിലാണ് ഇത് ഡബിൾ ചെയ്യുന്നത്, ഇതിൻ്റെ നമ്പേഴ്സ്. അതായത് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർ മിക്കവരും ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്നു. അത് മാത്രമല്ല, ഇന്ത്യയിലെ വികസിതമായ 30 സിറ്റികളിൽ നിന്നല്ലാതെയാണ് ഈ ട്രേഡ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിൽ അധികം പേരും വരുന്നത്. അതായത് 72% പേര് ഈ ട്രേഡേഴ്സ് വരുന്നത് ഇന്ത്യയിലെ 30 സിറ്റികൾ, വലിയ സിറ്റികളിൽ നിന്നല്ലാതെയാണ്. സെക്കൻഡ് ഗ്രേഡ് സിറ്റികളിൽ നിന്നാണ് 72% പേരും വരുന്നത്. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആണെന്നുള്ളതിന് സംശയമൊന്നുമില്ലല്ലോ. അങ്ങനെയുള്ള ആളുകളെ അതിൽ ചാടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിന് ശ്രദ്ധിക്കേണ്ടത്. F&O ട്രേഡേഴ്സിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം. ഇതിനകത്ത് മോസ്റ്റ് കറ്റാസ്ട്രോഫിക് വെപ്പൺ എന്നാണ് F&O ട്രേഡിങ്ങിനെ കുറിച്ച് അമേരിക്കൻ മോബിസ് ആണെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല പേര്, അയാൾ പറഞ്ഞിരിക്കുന്നത്. അയാളൊരു ഇൻവെസ്റ്ററായിട്ട് ലോകത്തെ 1-ാം നമ്പർ ധനവാനിക്ക് ആയത് ഇൻവെസ്റ്റിങ്ങിലൂടെയാണ്. അദ്ദേഹം പറഞ്ഞത്, F&Oയെ കുറിച്ച് പറഞ്ഞത് മോസ്റ്റ് കറ്റാസ്ട്രോഫിക് വെപ്പൺ എന്നാണ്. അപ്പോൾ അതുപോലെയാണ് ഈ ട്രേഡേഴ്സിൻ്റെ എല്ലാ അവസ്ഥ എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് വരുന്നത്. SH ഖേൽക്കർ ആൻഡ് കമ്പനി ഇന്ത്യയിൽ പെർഫ്യൂം ഉൽപ്പാദിപ്പിക്കുന്ന
കമ്പനിയാണ്. പെർഫ്യൂം ഉൽപ്പാദിപ്പിക്കുന്നു, വിതരണം ചെയ്യുന്നു. അവർ അതിൻ്റെ ഓരോ റിസർച്ചൊക്കെ നടത്തി പുതിയ തരം പെർഫ്യൂമിന് പേറ്റൻ്റൊക്കെ രജിസ്റ്റർ ചെയ്യുന്നു. അങ്ങനെ പുതിയ തരം ഉൽപ്പന്നങ്ങൾ ഇറക്കുന്നു. പെർഫ്യൂമിൻ്റെ കാര്യത്തിൽ ലോകപ്രശസ്തമായ SH കേൽക്കർ ആൻഡ് കമ്പനി അതിന് ഇപ്പോൾ ബ്രോക്കറേജ് സ്ഥാപനമായ കോഡാക്ക് ബൈ റേറ്റിംഗ് കൊടുത്തിരിക്കിയിട്ടുണ്ട്. ഇന്നതൊരു 16% അതുകൊണ്ട് ഉയർന്നു 300 രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇയർലി ഹൈ എന്ന് പറയുന്നത് 316 രൂപ, 128 രൂപയാണല്ലോ. 306 രൂപയോളം ആണ് ഹൈ, ഒരു വാർഷിക ഹൈ കാണിച്ചിരിക്കുന്നത്. ഇന്നാണ് അതൊരു 16% ഉയർന്ന് 300 രൂപ കടന്നത്. ആ ഒരു ഷെയറിന് ഒരു 50% ഇനി ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കൊഡാക് സെക്യൂരിറ്റീസ് നിർദ്ദേശിച്ചത്. ബൈ ചെയ്യാൻ പറഞ്ഞപ്പോൾ കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് അതാണ്. അപ്പോൾ കമ്പനി ഏർപ്പെട്ടിരിക്കുന്നത് ഇതുപോലെയുള്ള പെർഫ്യൂം നിർമ്മാണത്തിലാണ്. ഇന്ത്യയിൽ മാത്രമല്ല, വിദേശത്ത് ഇറ്റലിയിലുമുണ്ട് അവർക്ക് നിർമ്മാണ സ്റ്റേഷനുകൾ. 8 നിർമ്മാണ യൂണിറ്റുകൾ ഇന്ത്യയിലുണ്ട്, 7 ഇറ്റലിയിലുണ്ട്. അങ്ങനെ മൾട്ടിനാഷണൽ ആയ ഒരു കമ്പനിയാണ്. എല്ലായിടത്തേക്കും ഇത് കയറ്റി അയക്കുകയും ചെയ്യുന്നു, നിരവധി രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കമ്പനിയാണ്. ഈ അടുത്ത ക്വാർട്ടറുകളിൽ അതിൻ്റെ പെർഫോമൻസ് എല്ലാ നിലയിലും മെച്ചപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ കണക്കുകൂട്ടലെടുത്തുകൊണ്ടാണ് കൊഡാക് സെക്യൂരിറ്റീസ് അതിന് ബൈ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അതിനെ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. കാരണം ഇതുപോലെ ഒരു ഷെയർ വേറെ ഈ പെർഫ്യൂമിൻ്റെ മേഖലയിൽ അല്ലെങ്കിൽ കെമിക്കൽ ഉണ്ടാക്കുന്ന മേഖലയിൽ വേറെ പ്രവർത്തിക്കുന്നില്ലാത്തതുകൊണ്ടും മൾട്ടിനാഷണൽ കമ്പനിയായി പുതിയ തരം പേറ്റൻറ്റുകളൊക്കെ നേടി അത് പുതിയ തരത്തിലുള്ള പെർഫ്യൂമുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ ക്യാപെക്സ് ഉയർത്തിയിട്ടുണ്ട് ഈ അടുത്തിടെ 2021. അങ്ങനെയുള്ള കമ്പനിയാണ്. ഇപ്പോഴതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയേറെ ക്വാർട്ടർലി കണക്ക് വെച്ച് നോക്കിയാൽ വളരെയേറെ മെച്ചപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു ബൈ റേറ്റിംഗ് ഒക്കെ കൊടുത്തതെന്നാണ് പറയുന്നത്. തീർച്ചയായും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അതിനെ ആഡ് ചെയ്യുക. ഇതൊരു നിർദ്ദേശം വായി ചെയ്യാനുള്ള നിർദ്ദേശമൊന്നുമല്ല. അതിൻ്റെ കയറി പോകുന്നതിനിടയിലേക്ക് ചാടി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളൊരു റേറ്റ് അതിന് കണ്ടിട്ട് ആ റേറ്റിലെത്തുമ്പോൾ വാങ്ങാൻ ശ്രമിച്ചാൽ മതി. അല്ലാതെ ഓടിച്ചെന്ന് അതിനെ പിടിച്ച് കെട്ടാൻ നോക്കുകയും അത് വീണ്ടും ഇടിഞ്ഞു വരുമ്പോൾ നമ്മൾ നഷ്ടത്തിലായി എന്ന് പറയുന്ന ഒരവസ്ഥ വരരുത്. ദീർഘകാല നിക്ഷേപം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊരു ട്രേഡിങ്ങിന് വേണ്ടി അതിൽ നിന്ന് വാങ്ങി നാളെ വിൽക്കാമെന്ന് കരുതുകയും ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾക്കിഷ്ടമായി ഈ വീഡിയോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ സഹകരണമാണ് എൻ്റെ ശക്തി. നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റിസർച്ചുകൾ നടത്തി പുതിയ തരം ഷെയറുകളെയൊക്കെ കണ്ടെത്താൻ സഹായിക്കും. എനിക്ക് അതിനുള്ള പ്രചോദനമുണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ സഹായം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. വീണ്ടും കാണാം.